പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. 40-കാരനായ രാജൻ ആണ് മരിച്ചത്. അയൽവാസി അനിൽ ഒളിവിലെന്ന് പോലീസ് പറയുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, അനിലും രാജനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നാണ് പോലീസ് പറയുന്നത്? കൊലപാതകം എന്ന് തന്നെ പറയുകയാണോ പോലീസ്? അതായത് അശ്മി, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഈ രാജനെ ഇന്ന് കുത്തേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വയറ്റിന് മുകളിലാണ് കുത്ത് ഏറ്റ പാടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഈ വിവരം ലഭിച്ചത്. പിന്നീട് പോലീസിന് വിവരം കൈമാറി. അങ്ങനെ നിലവിൽ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി നിലവിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ വീട്ടിലാണ് കാലമായി താമസിക്കുന്നത്. വീടാണെന്നാണോ പറയേണ്ടത്? 4 കമ്പും നാട്ടി മുകളിൽ ടാർപ്പ വലിച്ചു കെട്ടി അതിനകത്ത് താമസിക്കുന്ന മനുഷ്യന്മാർ താമസിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ ഗതികേടിൻ്റെ പരമാവധിയാണ്. നമ്മുടെ വിഷയം അതല്ല. ആ വീട്ടിൽ എത്ര കാലമായി അവർ താമസിക്കുകയാണ്? എന്താണ് ഉണ്ടായത്? അത് കൊലപാതകമെന്ന് പോലീസ് പറയുകയാണോ ജയശങ്കർ? അശ്മി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഇന്നലെ രാത്രി ഈ രാജനും സുഹൃത്തും ചേർന്ന് മദ്യപിച്ചു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്ടിൽ വെച്ചാണ് രാജനും അനിലും മദ്യപിക്കുന്നത്. ആ വീട്ടിൽ വെച്ച് ഇവർ മദ്യപിക്കുന്നു. അതിനിടയിൽ തർക്കമുണ്ടാകുന്നു. തർക്കത്തിന് ശേഷം ഈ രാജനെ അനിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിൽ നിന്ന് ഇദ്ദേഹം കുത്തേറ്റ രാജൻ നടന്ന് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ചുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് എന്തായാലും പ്രാഥമികമായി പറയുന്നത്. പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും ഉൾപ്പെടെ ആളുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ അത്തരത്തിലൊരു പരിശോധന നിലവിൽ നടത്തി വരികയാണ്. ഇപ്പോഴും രാജൻ്റെ ഭൗതികദേഹം ഈ വീട്ടിൽ തന്നെയുണ്ട്. വീടെന്നൊന്നും ആശ്മി സൂചിപ്പിച്ച പോലെ പറയാൻ പറ്റില്ല. അത്രയും പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഈ സ്ഥലം വന്ന് നോക്കിയപ്പോൾ തന്നെ ഏറ്റവും വലിയ പരിതാപകരമായ സാഹചര്യത്തിലാണ്. ഇന്നലെ രാത്രി പോലീസ് പറയുന്ന വിവരങ്ങളനുസരിച്ച് മദ്യപിച്ചു. അതിൻ്റെ തർക്കമുണ്ടായി. അനിലിൻ്റെ മദ്യപിച്ചതിന് ശേഷം രാജനെ അനിൽ കുത്തി. ആ കുത്തേറ്റ പിന്നാലെ രാജൻ സ്വന്തം വീട്ടിൽ വന്ന് ഇതാവുന്ന സാഹചര്യം ഉണ്ടായി. മറ്റു തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ല. അനിൽ നിലവിൽ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിലേക്ക് സംശയം നീളാനുള്ള ഒരു കാരണം. ഈ രാജൻ ഏറെ നാളായി ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്ന ഒരു നാട്ടുകാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, നമ്മളെന്താ ഇന്ന് രാവിലെ അറിഞ്ഞത്? ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വിവരം അറിഞ്ഞത്. ആ സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രാജനകത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കാണപ്പെട്ടത്. കുറേ കാലമായിട്ട് ഈ വീടെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. തൊട്ടടുത്തുള്ളത് അനിൽ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇവർ തമ്മിൽ ഇന്നലെ തർക്കം ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന്. ഓക്കെ, എന്തായാലും ആശ്മി, പോലീസ് എത്തി, ഫോറൻസിക് സംഘം എത്തി, പരിശോധന നിലവിലിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷണത്തിലാവും വ്യക്തമാകും. എന്തായാലും ഇവിടെ ചില സംഭവങ്ങൾ ഇന്നലെ രാത്രി നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് രാജൻ ഇത്തരത്തിൽ കുത്തേറ്റതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അനിലിന് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ആശ്മി, AV ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ചെറിയ കൂരയിലാണ് രാജൻ എന്നൊരാൾ താമസിച്ചിരുന്നത്. കുടുംബം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.